കള്ളത്തരം പ്രചരിപ്പിക്കുമ്പോൾ സത്യസന്ധത നിലനിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. EMS ജനകീയാസൂത്രണം കൊണ്ടാന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ജനകീയാസൂത്രണം എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ? പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് ജനകീയാസൂത്രണം. അല്ലാതെ EMSന്റെ ജനകീയ ആസൂത്രണം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഭരണഘടന ഭേദഗതി ചെയ്യാതെ ഒന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല. അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയം നടപ്പിലാക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട രാജ്യത്തിന്റെ വളർച്ചക്കായിരുന്നു എന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രിയപ്പെട്ട യുവതികളെയും യുവാക്കളെയും രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഭരണഘടന ഭേദഗതി ചെയ്തെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തിലെ ജനങ്ങളെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ പറ്റും, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ എങ്ങനെ തമ്മിൽ തല്ലിക്കാൻ പറ്റും എന്നാണ് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ, രാജ്യത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത കുടുംബമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബം. ജീവത്യാഗം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുക മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി രണ്ട് വലിയ ജീവൻ ഈ രാജ്യത്തിന് സമർപ്പിച്ച ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആദ്യം ഈ രാജ്യത്തിന് രക്തം ചിന്തിയത് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയാണെങ്കിൽ, രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി, രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച പ്രിയപ്പെട്ട നേതാവായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ലോകം ഇന്ന് മുഴുവനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ്. തീർച്ചയായും ലോകം പുരോഗമിക്കുമ്പോൾ പ്രിയപ്പെട്ട നെഹ്റു കുടുംബത്തെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ആര് പുസ്തകത്തിൽ നിന്ന് മാറ്റിയാലും, ആര് പേര് മാറ്റിയാലും, ഏത് അവാർഡിന്റെ അടിയിൽ നിന്നും രാജീവ് ഗാന്ധിയുടെ പേര് വെട്ടിയാലും ലോകം രാജീവ് ഗാന്ധിയെ സ്മരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം രാജീവ് ഗാന്ധി ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വിഭജിക്കാനല്ല രാജീവ് ഗാന്ധി ശ്രമിച്ചത്. ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഒരമ്മ പെറ്റ മക്കളെ പോലെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും സിഖുകാരനെയും ജൈവമതക്കാരനെയും മതമില്ലാത്തവനെയും ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിച്ച പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പേര് ഏത് മൂരാച്ച് മാറ്റിയാലും ലോകം നിലനിൽക്കുന്ന കാലത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരും ഇന്ദിരാഗാന്ധിയുടെ പേരും രാജീവ് ഗാന്ധിയുടെ പേരും ഈ രാജ്യത്ത് നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ ഈ രാജ്യത്ത് നൽകിയ സംഭാവനകൾ മാത്രം മതി. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് അവർ ചെയ്ത സംഭാവനകൾ മാത്രം വിലയിരുത്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ